അവസാനം ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ ഉറപ്പാക്കുന്ന രീതിയിൽ NDA സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചേക്കും. പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു പോകാതെ NPS പ്രകാരം പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ 2023 മാർച്ചിൽ PV സോമനാഥന്റെ അധ്യക്ഷനായ സമിതിയെ മോദി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആന്ധ്രയിൽ നടപ്പിലാക്കിയ NPS മാതൃകയാകും ഇതിനായി പരിഗണിക്കുകയെന്നും അറിയുന്നു. അതുപ്രകാരം സേവന വർഷവും അതിനിടെയുള്ള പിൻവലിക്കലും പരിഗണിച്ച് അവസാന ശമ്പളത്തിൻ്റെ 40 മുതൽ 50% വരെ ഉറപ്പുള്ള പെൻഷൻ നൽകാനാണ് ശ്രമം. പെൻഷനായി സമാഹരിച്ച തുകയിൽ കുറവുണ്ടായാൽ ബജറ്റ് വിഹിതത്തിൽ നിന്ന് നൽകാനാണ് നിർദ്ദേശം. പദ്ധതി നടപ്പാക്കിയാൽ മൂന്നാം മോദി സർക്കാരിൻ്റെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിലൊന്നാകും പെൻഷൻ പരിഷ്കരണം. 2004 ശേഷം ജോലിയിൽ പ്രവേശിച്ച 87 ലക്ഷത്തോളം പേർക്ക് ഇതിന് നേട്ടം ലഭിച്ചേക്കും. ഇത്തരം സ്വീകരിക്കുന്ന പെൻഷൻ മാതൃകയിലാണല്ലോ പൊതുവെ സംസ്ഥാനങ്ങളും പിന്തുടരുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതും പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് പോകുകയും അത് വോട്ടർമാരെ സ്വാധീനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗ്യാരണ്ടീസ് പെൻഷൻ നൽകാൻ സർക്കാരിൻ്റെ നീക്കം. നിലവിൽ BJP ഭരിക്കുന്ന രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചിലതെങ്കിലും NPSലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട്. അതേസമയം സേവന കാലയളവിൽ ജീവനക്കാരിൽ നിന്ന് സമാഹരിച്ച തുക ആന്വിറ്റിയിലോ സമാനമായ പദ്ധതികളോ നിക്ഷേപിച്ചാൽ അവസാനത്തെ ശമ്പളത്തിന് 50% പെൻഷൻ നൽകാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിനായി സർക്കാരിൻ്റെ പ്രത്യേക സഹായം ആവശ്യമില്ലെന്ന് പറയുന്നു.